ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മേഘാലയയിൽ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് സാക്രഡ് ഫോറസ്റ്റിലേക്കാണ്. ഈ ഖാസി വിഭാഗക്കാരുടെ ഒരു ഹോളിസ്റ്റിക് പ്ലേസ് കൂടിയാണ് കേട്ടോ ഈ സാക്രഡ് ഫോറസ്റ്റ്. രാവിലെ 8 മണിക്കാണ് ഓപ്പൺ ആവുക. ട്രക്കിങ്ങിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഹാഫ് ട്രക്കിന് 350, ഫുൾ ട്രക്കിന് 550. ഡേവിഡ് സ്കോട്ട് എന്ന് പറഞ്ഞ ട്രയൽ ഉണ്ട്. അവിടത്തേക്ക് 1550 രൂപയാണ് ചാർജ് വരുന്നത്. നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് 450 രൂപയുടെ ട്രക്കിംഗ് ആണ് എടുത്തത്. ഫുൾ പാർക്കിംഗ് ചാർജും എല്ലാം അടക്കം 490 രൂപ വരും. അപ്പോൾ ഒരു ഗ്രൂപ്പിന് ഒരു ഗൈഡ് അടക്കമാണ് ഇത് വരുന്നത്. ഞങ്ങൾ 3 പേരാണുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ എന്തോ സ്പോർട്സ് കോമ്പറ്റീഷൻ, അത്ലറ്റിക് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. കുറേ കുട്ടികളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ട്രാക്കൊക്കെ വരച്ച് കാണുന്നുണ്ട്. അടിപൊളി ഒരു മേടമാണ് കേട്ടോ ഈ ഫോറസ്റ്റിന് മുന്നിലുള്ളത്. ഈ കാണുന്നതാണ് കേട്ടോ മോണോലിത്തുകൾ. അതായത് ഇവിടെ ജീവിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ചരിത്രവും സംസ്കാരമൊക്കെ വിളിച്ചോതുന്ന സ്മാരകങ്ങളാണ് മോണോലിത്തുകൾ. ഈ കുത്തനെ നിർത്തിയിരിക്കുന്ന കല്ലുകൾ പുരുഷന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തിരശ്ചീനമായി കിടത്തിയിരിക്കുന്ന ഈ കല്ല് സ്ത്രീകളെയാണ് സൂചിപ്പിക്കുന്നത്. ചെറിയ കല്ലുകൾ കുട്ടികളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് മോണോലിത്തുകൾ മേഘാലയയുടെ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഖാസിയ കുന്നുകളും ജയന്തിയ കുന്നുകളിലും ഒരുപാട് മോണോലിത്തുകളുണ്ട്. ഏറ്റവും വലിയ മോണോലിത്തുകൾ സ്ഥിതി ചെയ്യുന്നത് ജയന്തിയ ഹിൽസിലാണ് കേട്ടോ. ഇത് ഖാസി വർഗ്ഗക്കാരുടെ മോണോലിത്തുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഖാസി ഭാഷയിൽ ഈ കുത്തനെ നിർത്തിയ കല്ലുകളെ മുൻഷരാങ്ങെന്നും അതുപോലെ തന്നെ തിരശ്ചീനമായി കിടക്കുന്ന കല്ലുകളെ മൂക്കിൻതായ് എന്നാണ് വിളിക്കുന്നത്. ഇതാണ് റോഡോഡൻഡ്രോൺ. നമ്മൾ മീശപ്പുലി മലയിൽ കണ്ട ആ ഒരു പുഷ്പമാണ് കേട്ടോ. ഇത് നേപ്പാളിൻ്റെ ദേശീയ പുഷ്പം. അത് ഈ ഫോറസ്റ്റിലുണ്ട്. ഫോറസ്റ്റിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ അത്. ഇതിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഗൈഡിൻ്റെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ വിർച്വൽ പ്രൈസിലൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല. ഷില്ലോങ്ങിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഒരു മാഫ്ലോങ് എന്ന പേരുള്ളൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിനടുത്താണ് ഈ ഒരു ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഖാസി ഗോത്രക്കാർ അവരുടെ ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് സംരക്ഷിച്ച് പോരുന്നതുകൊണ്ടാണ് ഈ ഒരു ഫോറസ്റ്റ് ഇങ്ങനെ തന്നെ കേടുകൂടാതെ നിലനിൽക്കുന്നത് കേട്ടോ. ഒരുപാട് റെയറായിട്ടുള്ള സസ്യങ്ങളും മൃഗങ്ങളും ഔഷധസസ്യങ്ങളും ഓർക്കിഡുകളൊക്കെ അടങ്ങിയ ഒരു വലിയൊരു ഫോറസ്റ്റ് തന്നെയാണ് കേട്ടത്. ഈ കാണുന്നത് ആണ് രുദ്രാക്ഷ മരം. ഇതുപോലുള്ള റെയറായിട്ടുള്ള ഒരുപാട് സസ്യങ്ങൾ, നമുക്ക് പഴക്കം ചെന്ന ഒരുപാട് സസ്യങ്ങൾ നമുക്ക് ഈ കാടിനകത്ത് കാണാൻ പറ്റും. ഈ കാട് ഭരിക്കുന്ന ദേവതേൻ്റെ പേരാണ് കേട്ടോ ലബാസ. നമ്മളിപ്പോൾ കണ്ടത് രുദ്രാക്ഷത്തിൻ്റെ ഒരു മരമാണ്. പലതരത്തിലുള്ള രുദ്രാക്ഷങ്ങളുണ്ട്. 2 മുഖം, 3 മുഖം, 4 മുഖം, 5 മുഖം, 6 മുഖം, 7 മുഖം, അങ്ങനെ പലതരത്തിലുള്ള രുദ്രാക്ഷങ്ങളുണ്ട്. അതിനെപ്പറ്റി ഗൈഡ് വിവരിച്ച് തന്നിട്ടുണ്ട്. ഗൈഡിൻ്റെ വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ അവരെ ഹോളിസ്റ്റിക് പ്ലേസ് ഉണ്ട് ഇതിനകത്ത്. അതിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അവർ വളരെ പുണ്യമായി കരുതുന്നൊരു വനമാണിത്. നമ്മൾ ഈ പാത്തിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. അതിനകത്ത് ഇറങ്ങാനോ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനൊന്നും പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഈ ഒരു ഫോറസ്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്യാനും നടക്കാനൊക്കെ. 400 വർഷം പഴക്കമുള്ളൊരു പൈൻ മരമാണിത്. ഇവരിതിൻ്റെ ഇലയും അതുപോലെ തന്നെ ഇതിൻ്റെ തോലുകളൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പെർഫ്യൂം ഉണ്ടാക്കാനൊക്കെ ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ട്. ബെഡ് ഉണ്ടാക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പെർഫ്യൂം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ബെഡ് ഉണ്ടാക്കും. ബെഡ് ഉണ്ടാക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് 4 മുഖങ്ങളുള്ള രുദ്രാക്ഷത്തിൻ്റെ മരമാണിത്. ഇതാണ് 4 മുഖമുള്ള രുദ്രാക്ഷം. ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് കിടക്കുന്നതാണ്. ഇത് നമ്മൾ എടുത്ത് കൊണ്ടുപോകാനൊന്നും പാടില്ല. ഇപ്പോൾ അതിൻ്റെ ഇതിൻ്റെ തോല് പോയതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ തോലക്കം പോയിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു രുദ്രാക്ഷം ഉണ്ടാവുക. മാഫ്ലാങ് വില്ലേജിനടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ മാഫ്ലാങ് സാക്രഡ് ഫോറസ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പ്രാദേശികമായിട്ട് ഇതിന് വേറൊരു പേരുണ്ട് കേട്ടോ. ലോക്കൻ റാങ് എന്നാണ് ഇത് പ്രാദേശികമായിട്ട് ഈ ഒരു ഫോറസ്റ്റ് അറിയപ്പെടുന്നത്. 192 ഏക്കറിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു ഫോറസ്റ്റിന് ഏകദേശം 800 വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രമുണ്ട് കേട്ടോ. വൻമരങ്ങളൊക്കെ ഇതുപോലെ മറഞ്ഞു വീണിട്ട് മണ്ണിലടിഞ്ഞു പോവുകയല്ലാതെ ആളുകളൊന്നും ഇത് വെട്ടിക്കൊണ്ടു പോവുകയല്ല, അതുപോലെ തന്നെ വിറകിന് വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് ഗൈഡ് പറയുന്നത്. ഇവിടെ നിന്ന് ഒരു സാധനവും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല.
ഈ കാണുന്നത് ബലിക്കല്ലുകളും അതുപോലെ തന്നെ പൂർവികരുടെ സ്മരണയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന മോണോലിത്തുകളും മറ്റുമൊക്കെയാണ് കേട്ടോ. ഈ സ്ഥലങ്ങളൊക്കെ അവർ വളരെ പരിപാവനമായിട്ട് കാണുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ഗൈഡിനെ കൂടാതെ പ്രവേശിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇവരുടെ ഈ വലിയ വിശ്വാസങ്ങൾ കാരണം വലിയൊരു സംഭവം, ഗുണകരമായൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് പ്രകൃതി സംരക്ഷണം നടക്കുന്നുണ്ട്. വളരെ പഴക്കം ചെന്ന ഒരുപാട് സസ്യ വൈവിധ്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് ഈ ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ്. മേഘാലയയിലെ ഖാസി ജയന്തിയ ഹിൽസുകളിൽ 100 കണക്കിന് ഇതുപോലുള്ള വിശുദ്ധ വനങ്ങളുണ്ട്. ഈ ട്രക്കിന് വരുന്ന സമയത്ത് ഇതിനകത്ത് കുറേ റിച്വലായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമുക്കത് കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്ത് തിരിച്ചു വരികയാണ്. ഇതിൻ്റെ ഒരു ഫുൾ ഡേ ട്രക്ക് ഉണ്ട്. ഏകദേശം ഒരു 15 കിലോമീറ്റർ നടക്കാനുള്ള ട്രക്ക് ഉണ്ട്. പക്ഷേ അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇല്ലെങ്കിൽ അത് ചെയ്യാമായിരുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ക്ലോസ്ഡ് ആണ്. ഏകദേശം ഒരു കാൽഭാഗം നമ്മൾ നടന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് നിങ്ങൾ കണ്ടറിയാം. ഇതിൻ്റെ മൃഗങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾ കാണാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു കാമൻ ക്വയറ്റായ ഒരു ഫോറസ്റ്റാണ്. ഒരുപാട് പക്ഷികൾ, നല്ല പഴക്കമുള്ള മരങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഔഷധ സസ്യങ്ങൾ. നമ്മുടെ നാട്ടിലെ എനിക്ക് ഇവിടെ വന്ന സമയത്ത് നമ്മുടെ കോഴിക്കോടുള്ള ജാനേക്കാട്ടിൽ പോയ ഒരു ഫീലാണ്. ആ ഒരു പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയും അതുപോലത്തെ ഒരു ഫോറസ്റ്റാണ്. ഒരു തിക്ക് ഫോറസ്റ്റ് അല്ല, എന്താണ്, നമുക്ക് ഇതിനുള്ളിൽ കൂടെ നടക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഫോറസ്റ്റാണ്. പക്ഷികളുടെ കരച്ചിലും ഒക്കെ കേട്ടുകൊണ്ട് നമുക്ക് ഇതിനുള്ളിൽ നടക്കാം. പിന്നെ ഇവരുടെ ആ ഒരു വിശ്വാസപ്രകാരം ഇതിനുള്ളിലൊന്നും കയറാൻ പാടില്ല, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു പാത്തിലൂടെ നമുക്ക് നടന്ന് ഈ കാടിൻ്റെ ഭംഗികൾ ആസ്വദിക്കുക. അപ്പോൾ ഗൈഡ് പറയും പോലെ ട്രൈബ്സിൻ്റെ കുറേ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു ട്രക്ക് എൻജോയ് ചെയ്യാം. വളരെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ട്രക്കിന് ആരും വരരുത്. കാരണം കാടിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനും അതുപോലെ തന്നെ ഇവരുടെ ഒരു വിശ്വാസമൊക്കെ മനസ്സിലാക്കാനും നമുക്ക് ആണെങ്കിൽ ഈ ഒരു ട്രക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അല്ലാതെ ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് സംഭവങ്ങൾ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ട്രക്കിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിരാശയായിരിക്കും ഫലം. എന്തായാലും നല്ലൊരു ട്രക്കായിരുന്നു. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു യാത്ര. പിന്നെ അവരുടെ സ്ഥലങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് എനിക്ക്. അത് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തൊരു സങ്കടമുണ്ട്. ഓക്കെ.